നമസ്കാരം പ്രിയ കൂട്ടുകാരെ, PSC വിന്നറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ PSC വിന്നറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC വിന്നറിൽ നിങ്ങളോടൊപ്പം ഞാൻ സലിം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ ലഹള. ആറ്റിങ്ങൽ ലഹളയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 1697 1721 ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായ ആറ്റിങ്ങൽ ലഹള നടന്നത്. 1697 1721 ആറ്റിങ്ങൽ ലഹള നടന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ നാട്ടുകാർ 1697 5 തെങ്ങ് കോട്ടയ്ക്കെതിരെ ആക്രമണം നടത്തി. അതായിരുന്നു ആദ്യത്തെ ലഹള. 1721 ഗീഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷുകാരെ നാട്ടുകാർ കലാപത്തിൽ കൊന്നു. അങ്ങനെ 2 സമയത്തായിട്ടാണ് ആറ്റിങ്ങൽ ലഹള നടന്നത്. 1697 1721 ഈ 2 ലഹളകളെയാണ് ആറ്റിങ്ങൽ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആറ്റിങ്ങൽ ലഹളയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുത്ത ചോദ്യം, ഏത് കാലഘട്ടത്തിലാണ് കേരളത്തിൽ മനുഷ്യവാസം ആരംഭിച്ചത്? ഏത് കാലഘട്ടത്തിലാണ് കേരളത്തിൽ മനുഷ്യവാസം ആരംഭിച്ചത്? ഉത്തരം നവീന ശിലായുഗം. നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് കേരളത്തിൽ മനുഷ്യവാസം ആരംഭിച്ചത്. തെക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നും പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ തെക്കേന്ത്യയിലെ മറ്റു പലയിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും നവീന ശിലായുഗ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള ജില്ലകളാണ് എറണാകുളം, കോഴിക്കോട്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് നവീന ശിലായുഗ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇതുവരെ എത്ര വ്യക്തികൾ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ ഇതുവരെ എത്ര വ്യക്തികൾ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്? ഉത്തരം 13 പേർ. 13 പേരാണ് ഇന്ത്യയിൽ ഇതുവരെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത്. അവരാരൊക്കെയാണെന്ന് പറയാം. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, PV നരസിംഹറാവു, AB വാജ്പേയി, HD ദേവഗൗഡ, IK ഗുജ്റാൾ, ഡോക്ടർ മൻമോഹൻ സിംഗ്. അങ്ങനെ 13 പേർ ഇതുവരെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ ഏകദേശം 16.5 വർഷത്തോളം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നത് ചരൺ സിംഗ് ആണ്. ചരൺ സിംഗ് ആണ് ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തി. അദ്ദേഹം വെറും 5 മാസവും 17 ദിവസവും മാത്രമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ചരൺ സിംഗ് ആണ്. ഇനി ഇന്ത്യക്ക് ഒരു താൽക്കാലിക പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്?
ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയിൽ താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തി. അടുത്ത ചോദ്യം, ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആത്മീയ ആചാര്യൻ ആരായിരുന്നു? ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആത്മീയ ആചാര്യൻ ആരായിരുന്നു? ഉത്തരം ആയത്തുള്ള ഖൊമേനി. ആയത്തുള്ള ഖൊമേനി ആയിരുന്നു ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആത്മീയ ആചാര്യൻ. അദ്ദേഹം ജനിച്ചത് 1902-ലും അന്തരിച്ചത് 1989-ലും. ആയത്തുള്ള ഖൊമേനിയാണ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആത്മീയ ആചാര്യൻ. 1964-ൽ ആയത്തുള്ള ഖൊമേനിയെ ഇറാനിലുണ്ടായിരുന്ന ഷാ ഭരണകൂടം ഇറാനിൽ നിന്നും നാടുകടത്തി. 1979-ൽ അദ്ദേഹം തെഹ്റാനിൽ തിരിച്ചെത്തി. അപ്പോൾ ആയത്തുള്ള ഖൊമേനിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ പറയാവുന്ന മറ്റൊരു കാര്യം, സാത്താനിക് വേഴ്സസ് എന്ന നോവൽ എഴുതിയ സൽമാൻ റുഷ്ദിയെ വധിക്കാൻ ഉത്തരവിട്ടത് ആയത്തുള്ള ഖൊമേനിയാണ്. സാത്താനിക് വേഴ്സസ് എന്ന നോവൽ എഴുതിയ സൽമാൻ റുഷ്ദി എന്ന എഴുത്തുകാരനെ വധിക്കുവാനായിട്ട് ഉത്തരവിട്ടത് ആയത്തുള്ള ഖൊമേനിയാണ്. അടുത്ത ചോദ്യം, ASEAN ASEAN ASEAന്റെ പൂർണ്ണ രൂപം എന്താണ്? ASEAN ASEAന്റെ പൂർണ്ണ രൂപം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നതാണ് ASEAന്റെ പൂർണ്ണ രൂപം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ASEAN എന്ന സംഘടന രൂപീകരിച്ചത് 1967 ഓഗസ്റ്റ് 8-നാണ്. 1967 ഓഗസ്റ്റ് 8-നാണ് ASEAN രൂപവൽക്കരിച്ചത്. ASEAN എന്ന് പറയുന്നത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടായ്മയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മയാണ് ASEAN എന്ന് പറയുന്നത്. 2006-ൽ ASEAN യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഒബ്സർവർ അഥവാ നിരീക്ഷക പദവി ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ASEAN നിരീക്ഷക പദവി ലഭിച്ചത് 2006-ലാണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പ് ചുമതല ഏത് സംഘടനയ്ക്കാണ്? ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പ് ചുമതല ഏത് സംഘടനയ്ക്കാണ്? നമുക്കറിയാം, ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേളയാണ്. ഈ ഒളിമ്പിക്സിന്റെ നടത്തിപ്പ് ചുമതല ഏത് സംഘടനയ്ക്കാണ്? ഉത്തരം IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കാണ് ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പ് ചുമതല. 1894 ജൂൺ 23-നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. 1894 ജൂൺ 23-നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ IOCക്കാണ് ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പ് ചുമതല. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ശക്തികൾ ഏതെല്ലാമായിരുന്നു? പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ശക്തികൾ ഏതെല്ലാമായിരുന്നു? നമുക്കറിയാം, പ്രാചീന കാലഘട്ടത്തിൽ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ കേരളത്തിൽ 3 രാഷ്ട്രീയ ശക്തികൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏറ്റവും തെക്കായിട്ട് ആയി രാജവംശവും വടക്ക് ചേര രാജ്യവും ഏറ്റവും വടക്കേ അറ്റത്ത് ഏഴിമല രാജവംശവും. അങ്ങനെ ആയി രാജവംശം,
ചേരരാജ്യം, ഏഴിമല. ഇതെല്ലാമായിരുന്നു പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ശക്തികൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മലബാർ ലഹള നടന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് മലബാർ ലഹള നടന്നത്? ഉത്തരം 1921. 1921 മലബാർ ലഹള നടന്നത്. മാപ്പിള ലഹള എന്നും മലബാർ ലഹള അറിയപ്പെടുന്നുണ്ട്. ഇത് നടന്നത് 1921. അപ്പോൾ ഈ മലബാർ ലഹളയെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതാണ് വാഗൺ ട്രാജഡി, വാഗൺ ദുരന്തം. 1921 നവംബർ 10 തിരൂരിൽ നിന്നും ബെല്ലാരി ജയിലിലേക്ക് ഗുഡ്സ് തീവണ്ടിയുടെ വാഗണിൽ കൊണ്ടുപോയ തടവുകാരിൽ 64 പേർ ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. മലബാർ ലഹള നടന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ദുരന്തമായിരുന്നു വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഇത് 1921 നവംബർ 10 സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ചോദ്യവും ഉത്തരവും മറന്നു പോകരുത്. മലബാർ ലഹള നടന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 1921. വാഗൺ ട്രാജഡി 1921 നവംബർ 10. അടുത്ത ചോദ്യം, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭണം ഏതാണ്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന സമരം. ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭണം. 1931 നവംബറിൽ തുടങ്ങി 1932 ഒക്ടോബർ വരെ നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് നടന്നത് KPCC അഥവാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭണം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമുണ്ടല്ലോ, ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാണ്, സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത്. ഈ രണ്ട്, സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നതാണ് ചോദ്യം. ഉത്തരം 1976 42ാം ഭരണഘടനാ ഭേദഗതി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭ അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ സമാധാന സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഓഫ് പീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോസ്റ്റാറിക്ക. കോസ്റ്റാറിക്ക എന്ന രാജ്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മധ്യ അമേരിക്കൻ രാജ്യമാണ്. കോസ്റ്റാറിക്കയുടെ തലസ്ഥാനം സാൻജോസ് ആണ്. കോസ്റ്റാറിക്കയുടെ തലസ്ഥാനം.
കോസ്റ്റാറിക്കയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല അഥവാ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഓഫ് പീസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് ഔദ്യോഗിക ഭാഷയായ ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗീസ് ഔദ്യോഗിക ഭാഷയായ ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ടിമോർ ലെസ്റ്റെ. ടിമോർ ലെസ്റ്റെയാണ് പോർച്ചുഗീസ് ഔദ്യോഗിക ഭാഷയായ ഏക ഏഷ്യൻ രാജ്യം. ടിമോർ ലെസ്റ്റയിലെ മറ്റ് ഭാഷകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ബഹാഡ, ഇന്തോനേഷ്യ തുടങ്ങിയവയെല്ലാം ടിമോർ ലെസ്റ്റയിലെ ഭാഷകളാണ്. പോർച്ചുഗീസാണ് ടിമോർ ലെസ്റ്റയിലെ ഔദ്യോഗിക ഭാഷ. അതുപോലെ തന്നെ ടിമോർ ലെസ്റ്റയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യമാണ് ടിമോർ ലെസ്റ്റെ. 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യമാണ് ടിമോർ ലെസ്റ്റെ. 2002-ലാണ് ഇത് രൂപം കൊണ്ടത്. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ദിലിയാണ്. ദിലിയാണ് ടിമോർ ലെസ്റ്റയുടെ തലസ്ഥാനം. ടിമോർ ലെസ്റ്റെ സ്വതന്ത്രമായത് 2002-ലാണ്. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യമാണ് ടിമോർ ലെസ്റ്റെ. ടിമോർ ലെസ്റ്റയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ദിലിയാണ്. അതുപോലെ തന്നെ ടിമോർ ലെസ്റ്റയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. ബ്രിട്ടീഷ് കോളനി അല്ലായിരുന്ന എന്നാൽ കോമൺവെൽത്തിൽ അംഗമായിട്ടുള്ള ഏക രാജ്യം ഏതാണ്? നമുക്കറിയാം, കോമൺവെൽത്ത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ സ്വതന്ത്രമായതിനു ശേഷം രൂപീകരിച്ച സംഘടനയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഈ കോമൺവെൽത്തിൽ അംഗമായിട്ടുള്ള എന്നാൽ ബ്രിട്ടീഷ് കോളനി അല്ലായിരുന്ന ഒരു രാജ്യം ഏതാണ്? ഉത്തരം മൊസാംബിക്. മൊസാംബിക്കാണ് ബ്രിട്ടീഷ് കോളനി അല്ലായിരുന്ന എന്നാൽ കോമൺവെൽത്തിൽ അംഗമായിട്ടുള്ള ഏക രാജ്യം. ഇത് മൊസാംബിക് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കൻ രാജ്യമാണ് മൊസാംബിക്. മൊസാംബിക്കിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മാപ്പുട്ടോ. മാപ്പുട്ടോയാണ് മൊസാംബിക്കിൻ്റെ തലസ്ഥാനം. അപ്പോൾ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കാണ് ബ്രിട്ടീഷ് കോളനി അല്ലായിരുന്നിട്ടും കോമൺവെൽത്തിൽ അംഗത്വം എടുത്തിട്ടുള്ള ഏക രാജ്യം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഡാനൂബ്. ഡാനൂബ് നദിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി. ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവേക്യ, ഹംഗറി, ക്രൊയേഷ്യ, സെർബിയ, ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ, മാൽഡോവ തുടങ്ങി 10 രാജ്യങ്ങളിലൂടെയാണ് ഡാനൂബ് നദി ഒഴുകുന്നത്. അപ്പോൾ ഈ 10 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഡാനൂബ് നദിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം വിശുദ്ധ തോമസ്, സെയിൻറ്റ് തോമസ്. സെയിൻറ്റ് തോമസ് ആണ് ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ആദ്യ വ്യക്തി. മാർത്തോമ എന്നും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. മാർത്തോമ എന്നും സെയിൻറ്റ് തോമസിനെ വിളിക്കാറുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സെയിൻറ്റ് തോമസ്. അദ്ദേഹം AD 52 കേരളത്തിലെത്തി. AD 52 സെയിൻറ്റ് തോമസ് കേരളത്തിലെത്തി. അദ്ദേഹമാണ് ഭാരതത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ആദ്യത്തെ വ്യക്തി. അടുത്ത ചോദ്യം,
കേരളത്തിൻ്റെ സ്വന്തമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ കാലഗണനാ സമ്പ്രദായമാണ് കൊല്ലവർഷം. എന്നാണ് കൊല്ലവർഷം ആരംഭിച്ചത്? ഉത്തരം AD 825. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള രേഖ എന്ന് പറയുന്നത് വേണാട്ടിലെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനമാണ്. വേണാട്ടിലെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ രേഖ. AD 974 മാമ്പള്ളി ശാസനം. കൊല്ലം നഗരം സ്ഥാപിച്ചതിൻ്റെയോ അല്ലെങ്കിൽ പുതുക്കി പണിതതിൻ്റെയോ സൂചനയാണ് കൊല്ലവർഷത്തിൻ്റെ തുടക്കം എന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലം നഗരം സ്ഥാപിച്ചതിൻ്റെയോ അല്ലെങ്കിൽ പുതുക്കി പണിതതിൻ്റെയോ സൂചനയായാണ് കൊല്ലവർഷത്തിൻ്റെ തുടക്കം എന്നാണ് കരുതപ്പെടുന്നത്. അത് ആരംഭിച്ചത് AD 825. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം 1772 ജനിച്ചു. 1833 അന്തരിച്ചു. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ബ്രഹ്മസഭ എന്നായിരുന്നു. ഈ ബ്രഹ്മസഭയാണ് പിന്നീട് ബ്രഹ്മസമാജം ആയി മാറിയത്. രാജാറാം മോഹൻ റോയ് അന്തരിച്ചത് 1833 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് വെച്ചാണ് രാജാറാം മോഹൻ റോയ് അന്തരിച്ചത്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം യാങ്സ്റ്റി. യാങ്സ്റ്റി ആണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. യാങ്സ്റ്റിയുടെ മറ്റൊരു പേരാണ് ചാങ് ജിയാങ്. ചാങ് ജിയാങ് എന്നറിയപ്പെടുന്നതും ഈ യാങ്സ്റ്റി നദിയാണ്. യാങ്സ്റ്റി നദി അഥവാ ചാങ് ജിയാങ് പൂർണ്ണമായും ചൈനയിലൂടെയാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി എന്ന് പറയുന്നതും യാങ്സ്റ്റി ആണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി എന്ന് പറയുന്നതും യാങ്സ്റ്റി ആണ്. നദിയുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. ആമസോൺ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈലാണ്. നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 6650 കിലോമീറ്ററാണ് നൈൽ നദിയുടെ നീളം. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മിസിസിപ്പിയാണ്. മിസിസിപ്പിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് വോൾഗയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സ്റ്റിയാണ്. ഇത് പൂർണ്ണമായും ചൈനയിലൂടെ ഒഴുകുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയും യാങ്സ്റ്റിയാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ചാങ് ജിയാങ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മിസിസിപ്പിയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. അടുത്ത ചോദ്യം, ചേര രാജാക്കന്മാരെ വാഴ്ത്തിപ്പാടുന്ന പ്രമുഖമായ പ്രാചീന സാഹിത്യ കൃതി ഏതാണ്? ചേര മന്നന്മാരെ വാഴ്ത്തിപ്പാടുന്ന പ്രമുഖമായ പ്രാചീന സാഹിത്യ കൃതിയാണ് പതിറ്റുപത്ത്.
പതിറ്റുപത്ത് എന്ന കൃതിയാണ് ചേര മന്നന്മാരെ വാഴ്ത്തിപ്പാടുന്ന കൃതി. 10 ചേര രാജാക്കന്മാരെയാണ് പതിറ്റുപത്തിൽ വാഴ്ത്തിപ്പാടുന്നത്. 10 ചേര രാജാക്കന്മാരെയാണ് പതിറ്റുപത്ത് എന്ന കൃതിയിൽ വാഴ്ത്തുന്നത്. വിപ്ലവകാരിയായ സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? വിപ്ലവകാരിയായ സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷാണ് വിപ്ലവകാരിയായ സന്യാസി എന്ന് അറിയപ്പെടുന്നത്. 1872 കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. 1872 കൊൽക്കത്തയിലാണ് അരവിന്ദ് ഘോഷ് ജനിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അരവിന്ദ് ഘോഷ് ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച സംഘടനയാണ് താമരയും കഠാരയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ വെച്ച് അരവിന്ദ് ഘോഷ് രൂപീകരിച്ച സംഘടനയാണ് താമരയും കഠാരയും. അരവിന്ദ് ഘോഷ് അന്തരിച്ചത് 1950 ഡിസംബർ 5. അപ്പോൾ വിപ്ലവകാരിയായ സന്യാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം അരവിന്ദ് ഘോഷ് ആണ്. അദ്ദേഹമാണ് താമരയും കഠാരയും എന്ന സംഘടന ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ചരിത്രത്തിലെ ആദ്യത്തെ ഗണിത അധ്യാപിക ആരാണ്? ചരിത്രത്തിലെ ആദ്യത്തെ ഗണിത അധ്യാപിക ആരാണ്? ഉത്തരം ഹൈപേഷ്യ. ഹൈപേഷ്യ ആണ് ചരിത്രത്തിലെ ആദ്യത്തെ ഗണിത അധ്യാപിക. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ആണ് ഹൈപേഷ്യ ജനിച്ചത്. ജനനം AD 350 370 ഇടയ്ക്കായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മരണം AD 415 ചരിത്രത്തിലെ ആദ്യത്തെ ഗണിത അധ്യാപിക എന്നറിയപ്പെടുന്ന ഹൈപേഷ്യ നിഷ്ഠൂരമായി വധിക്കപ്പെടുകയായിരുന്നു. ഗണിതശാസ്ത്രത്തിന് പുറമെ തത്വചിന്തയും ജ്യോതിശാസ്ത്രവും ഹൈപേഷ്യ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ ഗണിത അധ്യാപിക ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഹൈപേഷ്യ എന്നാണ് ഉത്തരം. അപ്പോൾ PSC വിന്നറിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. നമ്മൾ പറഞ്ഞുപോയ കാര്യങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. PSC വിന്നറിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സലിം.